ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ കഴിഞ്ഞ വർഷത്തെ 25-26 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. The first question has two parts, 1A and 1B. Attend either 1A or 1B completely. എന്താണ് ഒന്നാമത്തെ ചോദ്യത്തിന് 2 ഓപ്ഷൻസ് ഉണ്ട്, 1Aയും 1Bയും. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. എ ചോദ്യം എന്ന് പറയുന്നത് റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ അപ്പു ആൻഡ് വിക്കി ഡ്യൂറിങ് ദെയർ വിസിറ്റ് ടു പീലീസ് വില്ലേജ്. അപ്പോൾ പീലിയുടെ വില്ലേജിലേക്ക് അപ്പും വിക്കിയൊക്കെ വന്ന സമയത്ത് അവർ നടന്ന ഒരു സംഭാഷണം, ഒരു കോൺവെർസേഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാമെന്ന് വായിച്ചു നോക്കാം. ഇവിടെ ആദ്യം പറയുന്നത് എന്താണ്? കുട്ടി പറയുന്നത് ഐ ലൈക്ക് ദിസ് പ്ലേസ് വെരി മച്ച്. എനിക്ക് ഈ പ്ലേസ് നന്നായിട്ട് ഇഷ്ടമായി. ബട്ട് ഐ ഹാവ് എ ഡൗട്ട്. പക്ഷേ എനിക്കെന്താണ് ഒരു സംശയമുണ്ട്. വോണ്ട് യു ഫീൽ ബോർഡ് വിത്തൗട്ട് ഗുഡ് ഇൻ്റർനെറ്റ് കവറേജ് ആൻഡ് വൈഫൈ കണക്ടിവിറ്റി? ഇവിടെ ഇൻ്റർനെറ്റ് കണക്ഷനോ അല്ലെങ്കിൽ വൈഫൈ കണക്ടിവിറ്റിയോ ഒന്നും ഇല്ലല്ലോ. അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകൾക്കൊക്കെ ബോറടിക്കില്ലേ? വാട്ട് വിൽ യു ഡു ഇഫ് യു വിഷ് ടു പ്ലേ എ ഗെയിം? നിങ്ങൾക്കൊരു ഗെയിം കളിക്കാൻ വേണ്ടി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? ഹൗ ഡു യു ഫീൽ ഹാപ്പി വിത്തൗട്ട് എനി ഗെയിംസ്? എനിക്ക് ഒരു ഗെയിമും ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഹാപ്പി ആവുന്നത്? ഇഫ് വി വേർ ഇൻ ദ സിറ്റി വി കുഡ് ഹാവ് ഡൺ മെനി തിങ്സ്. എന്താണ്? നിങ്ങൾ നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. സോ അപ്പോൾ നമ്മുടെ വിക്കി പറയാണ് ഐ തിങ്ക് ദിസ് പ്ലേസ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ സിറ്റി. എനിക്ക് തോന്നുന്നത് സിറ്റിയിലേക്കാൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലെ ചോദ്യം എന്ന് പറയുന്നത് there are people who like village life and those who like life city. ഇത് ആർക്കാണ് സിറ്റി ലൈഫ് ഇഷ്ടമായിട്ടുള്ളത്? അതുപോലെ തന്നെ ചില ആളുകൾക്ക് എന്താണ് വില്ലേജ് ലൈഫാണ് ഇഷ്ടമാവുക. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ പെക്യുലാരിറ്റീസ് ഓഫ് വില്ലേജ് ലൈഫ് ആൻഡ് സിറ്റി ലൈഫ്. അപ്പോൾ വില്ലേജ് ലൈഫിൻ്റെയും സിറ്റി ലൈഫിൻ്റെയും പെക്യുലാരിറ്റി, സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് എഴുതാനാണ് നമ്മളെടുത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ നമ്മൾ വില്ലേജ് ലൈഫ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, വില്ലേജ് ലൈഫിൽ എന്താണ് നേച്ചറുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ക്ലോസ് ടു നേച്ചർ എന്നുള്ളതാണ് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ക്ലോസ് ടു നേച്ചർ ആയിരിക്കും. അതുപോലെ എന്താണ് അവിടെ ഒരുപാട് ഫീൽഡ്സ്, അതുപോലെ തന്നെ ഫാം, ഇതൊക്കെ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഫീൽഡ്സും ഫാംസും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. മാത്രമല്ല എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും അറിയാം അല്ലേ, അതും ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഫ്രഷ് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്നും കിട്ടും. വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ട്രഡീഷണൽ ഗെയിംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കും. ഇനി നമ്മൾ സിറ്റി ലൈഫ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെ എന്താണ്? ബിസി ലൈഫാണല്ലേ. അവിടെ ബിസി ലൈഫാണ്. മാത്രമല്ല അവിടെ അപ്പാർട്ട്മെൻറ്റ്സ്, ഫ്ലാറ്റ്സ്, ഇതൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പാർട്ട്മെൻറ്റ്സ്, ഫ്ലാറ്റ്സ്, ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അവിടെ എന്താണ്? നേച്ചറുമായിട്ടൊന്നും യാതൊരു കണക്ടിവിറ്റി ഒന്നും ആർക്കും അങ്ങനെ ഉണ്ടാവില്ല. എല്ലാവരും ബിസി ലൈഫ് ആയതുകൊണ്ട് തന്നെ ഫ്രഷ് വെജിറ്റബിൾസ് ഒന്നും നമുക്ക് കിട്ടില്ല. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസൊക്കെ അവിടെ കൂടുതലായിരിക്കും. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി. പിന്നെ എന്ന് പറയുന്നത് പൊല്യൂഷൻ കൂടുതലായിരിക്കും അല്ലേ. നമ്മുടെ വില്ലേജ് ലൈഫ് പോലെയല്ല, സിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ പൊല്യൂഷൻസ് ഒക്കെ കൂടുതലായിരിക്കും. പിന്നെ നെയ്ബേഴ്സിനൊന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അറിയില്ല. അതൊക്കെ നമുക്ക് ഇവിടെ എഴുതാൻ വേണ്ടി പറ്റും. ഇനി ബി ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പെക്യുലാരിറ്റി ഓഫ് പീലീസ് വില്ലേജ്? പീലിയുടെ വില്ലേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ പെക്യുലാരിറ്റി അല്ലാത്തത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? ഒന്ന്, വില്ലേജേഴ്സ് ബൈ ആൻഡ് സെൽ ദ ലോക്കൽ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ഇൻ വീക്ക്ലി മാർക്കറ്റ്സ്. വീക്ക്ലി മാർക്കറ്റ്സിൽ നിന്ന് അവരെന്ത് ചെയ്യും? അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യും. അത് ശരിയാണല്ലേ. ദർ ആർ മെനി പോണ്ട്സ് ടു പ്രാക്ടീസ് സ്വിമ്മിങ്. അവിടെ സ്വിമ്മിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കുളങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതും ശരിയാണ്. ബട്ട് സർഫിംഗ് കോമ്പറ്റീഷൻ ആർ ഹെൽഡ് ഇൻ പ്ലഫ്ഡ് ഫീൽഡ്സ്. അവിടെ എന്താണ്? ഇങ്ങനെ നിലം ഉഴുത് മറിച്ചെടുത്തൊക്കെ എന്തുണ്ടാവും? പൂൾ സർഫിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കാളപ്പൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതും ശരിയാണ്. ഇനി ക്വിക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ടു റീച്ച് ഡിഫറെൻറ്റ് പ്ലേസസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസസിലേക്ക് എത്താൻ പെട്ടെന്ന് തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കും. അതുണ്ടാവും ഇല്ല. അപ്പോൾ അതാണ് ഇതിൽ പെക്യുലാരിറ്റി അല്ലാത്തത് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കൂ. ഇതിലെ 1 ബി ആണ്. ഇവിടെ എന്താണ് ഈ കുട്ടി പറയുന്നത്?
ഹൗ ഹാപ്പി ഐ ആം ടു സീ ദം എൻജോയ്. എന്താണ് അവരിങ്ങനെ എൻജോയ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ട്, ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്താണ് നല്ല സന്തോഷമുണ്ട് എന്നാണ് മീനു പറയുന്നത്. ദെൻ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. വി ആർ ഫെമിലിയർ വിത്ത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ് ലൈക്ക് മീനു. നമുക്കറിയാം മീനുവിനെ പോലെയുള്ള ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലേ. ദെൻ പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ് ഓഫ് ഹാപ്പിനെസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ പലതരത്തിലുള്ള ഹാപ്പിനെസ് ആയിരിക്കും ഓരോരുത്തർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുക. പ്രിപ്പയർ എ നോട്ട് ഷെയറിംഗ് ദ മൊമെൻറ്റ്സ് ഓഫ് ഹാപ്പിനെസ് യു ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇൻ യുവർ ഫാമിലി, സ്കൂൾ ആൻഡ് സൊസൈറ്റി. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സൊസൈറ്റിയിലോ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഹാപ്പിനെസ് ഉണ്ടാവുന്നത്, അത് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് എഴുതാൻ വേണ്ടി പറയുന്നത്. ഇപ്പോൾ നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാവും അല്ലേ. നമ്മുടെ ബർത്ത്ഡേ വരുമ്പോൾ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കേഷൻസ് ഉണ്ടാകുമ്പോൾ, ഫെസ്റ്റിവൽസ് ഉണ്ടാകുമ്പോൾ, അല്ലെ മാരേജ് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ, നമ്മുടെ കസിൻസൊക്കെ കൂടുമ്പോൾ, അതൊക്കെ നമുക്ക് ഹാപ്പി മൊമെൻറ്റ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം, നിങ്ങളുടേതാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. ഇനി ഇതിലെ ബി ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹാപ്പി എക്സ്പീരിയൻസ് ഫോർ ദ ചിൽഡ്രൻ ഫ്രം പീലീസ് വില്ലേജ്. പീലിയുടെ വില്ലേജിലെ കുട്ടികൾക്ക് ഹാപ്പി അല്ലാതിരിക്കാൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇതിലുണ്ട്. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് എവ്രി വൺ ലീവ്സ് ടുഗെദർ ഇൻ യൂണിറ്റ്. എല്ലാവരും വളരെ യൂണിറ്റോട് കൂടിയിട്ട്, ഐക്യത്തോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത്. ശരിയാണല്ലേ. ഇറ്റ് ഹാസ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ്. അവിടെ എന്താണ് നല്ല ലാൻഡ്സ്കേപ്പ് ഉണ്ടായിരിക്കും, അതും ശരിയാണ്. വാസ്റ്റ് പ്ലേ ഗ്രൗണ്ട്, വലിയ വിശാലമുള്ള പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരിക്കും. ഫെസിലിറ്റീസ് ലൈക്ക് ഇൻ്റർനെറ്റ് ആൻഡ് വൈഫൈ കണക്ടിവിറ്റി. അവിടെ ഇൻ്റർനെറ്റും വൈഫൈ കണക്ടിവിറ്റി ഒക്കെ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അതാണ് ഇതിൽ തെറ്റായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. The mastery of using fire in a controlled manner and the beginning of agriculture are the two important milestones in the progress of early human life. അപ്പോൾ മനുഷ്യൻ്റെ ഏർലി ഹ്യൂമൻ ലൈഫിൽ വളരെ ഒരു നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സ്റ്റേജ് എന്ന് പറയുന്നത് തീ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതും അതുപോലെ തന്നെ അവിടെ അഗ്രികൾച്ചറിൻ്റെ സ്റ്റാർട്ടിങ്ങും ആയിരുന്നു. ഇനി ഇതിലെ എ ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് എ നോട്ട് on the changes that were brought in the food habits of early humans from the use of fire. ഈ ഫയർ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയതോട് കൂടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിൻ്റെ മുന്നെന്തായിരുന്നു അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത്? റോ ഫുഡായിരുന്നു അല്ലേ. എന്താ കഴിച്ചിട്ടുണ്ടായിരുന്നത്? റോ ഫുഡാണ്. തീ കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് അവരെന്ത് ചെയ്തു? നമ്മളെ നന്നായിട്ട് വേവിച്ചിട്ടൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ മാത്രമല്ല അവരെന്ത് ചെയ്തു? മീറ്റൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, മീറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ ഫിഷ്, റൂട്ട്സ്, ട്യൂബേഴ്സ് ഇതൊക്കെ അവർ കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. മാത്രമല്ല വളരെ ഈസിയർ ഡൈജഷൻ അവിടെ നടക്കാൻ വേണ്ടി തുടങ്ങി അല്ലേ. ഈസിയർ ഡൈജസ്റ്റ് നടക്കാൻ വേണ്ടി തുടങ്ങി. അവിടെ ഒരു മാർക്കറ്റ് തന്നെ അവർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. മാർക്കറ്റ് ബിഗിനിങ്. പിന്നെന്താണ്? പിന്നെ അവിടെ സെറ്റിൽമെൻ്റ് അല്ലേ. അവർ സെറ്റിൽമെൻറ്റ് തുടങ്ങി. ഒരു ഭാഗത്ത് താമസിക്കാനൊക്കെ തുടങ്ങിയത് ഈ ഫയറിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. ഇനി ഇതിലെ ബി ചോദ്യം, ഏർലി ഹ്യൂമൻ സെറ്റിൽഡ് നിയർ അഗ്രികൾച്ചർ ഫീൽഡ്സ്. എന്താണ്? പണ്ട് കാലത്ത് മനുഷ്യന് അഗ്രികൾച്ചർ, അവരുടെ കൃഷിസ്ഥലം എവിടെയായിരുന്നു അതിൻ്റെ അടുത്തായിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിസൾട്ട് ഓഫ് ദിസ്. അതിൻ്റെ റിസൾട്ട് അല്ലാതെ അങ്ങനെ ജീവിച്ചതോട് കൂടിയിട്ട് കിട്ടാത്ത ഒരു റിസൾട്ട് എന്ന് പറയുന്നത് താഴെയുള്ളതിൽ ഏതാണ്? ഇവിടെ ദേ കുഡ് പ്രൊട്ടക്ട് ദ അഗ്രികൾച്ചർ ഫീൽഡ്സ്. എന്താണ്? അവർക്ക് ആ ഒരു അഗ്രികൾച്ചർ ഫീൽഡൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയല്ലേ. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ദേ വാണ്ടേഡ് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. എന്താണ്? അവർ വീണ്ടും ഭക്ഷണം ഇങ്ങനെ തിരയാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അത് ശരിയാണോ? അല്ല. ആ സമയത്ത് അവർക്ക് എന്താണ്? ആവോളം ഭക്ഷണം ഉണ്ടായിരുന്നു. അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്രീസ്ഡ്. ഫുഡ് ഐറ്റംസ് എന്താണ്? ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കാരണം കൂടുതൽ കൃഷി ചെയ്യും, അപ്പോൾ കൂടുതൽ ക്രോപ്സും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയല്ലോ. അപ്പോൾ കൂടുതൽ സ്റ്റോർ ചെയ്യാൻ അവർക്ക് പറ്റി. അതുപോലെ ഗോട്ട് മോർ ടൈം ഫോർ റെസ്റ്റ്. അവർക്ക് കൂടുതൽ സമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റി. മറ്റേതെന്തായിരുന്നു? അവർ കൃഷി സ്ഥലം നോക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും കുന്നൊക്കെ താണ്ടിയിട്ട് വരുമല്ലേ. അപ്പോൾ കുറേ സമയം അതിനായിട്ട് പോയിരുന്നു. ഇതൊന്നും അതില്ലാതെ സെറ്റിൽമെൻറ്റ് തുടങ്ങിയതോട് കൂടിയിട്ട് അതില്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി
മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒബ്സർവ് ദ ഹെഡിങ്സ്. എന്താണ് ഇവിടെ രണ്ട് ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, കോട്ടയം ബിക്കം ദ ഫസ്റ്റ് ഡിസ്ട്രിക്ട് വിത്തൗട്ട് എക്സ്ട്രീം പോവർട്ടി. എന്താണ് നല്ല പോവർട്ടി ഇല്ലാത്ത ഒരു രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കോട്ടയമാണ്. പ്ലാൻസ് ടു മേക്ക് കേരള എ സ്റ്റേറ്റ് വിത്തൗട്ട് എക്സ്ട്രീം പോവർട്ടി ഇൻ നിയറിംഗ് ദ ഗോൾ. അപ്പോൾ ഇപ്പോൾ അടുത്ത് തന്നെ അല്ലെങ്കിൽ വളരെ അടുത്ത് തന്നെ കേരളം എന്ന് പറയുന്നത് ഈ പോവർട്ടി ഇല്ലാത്തൊരു സംസ്ഥാനമായിട്ട് മാറ്റാനുള്ള ഒരു പുതിയ പ്രൊജക്റ്റിലേക്ക് പോവുകയാണ്. അതാണ് ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ലിസ്റ്റ് ആൻഡ് ടാബ്ലോയിഡ് ഐഡിയാസ് ടു ബി പ്രസന്റഡ് ഇൻ എ സ്പീച്ച് അറ്റ് സ്കൂൾ ഓൺ ദ ടോപ്പിക് റീസൺസ് ആൻഡ് റെമഡീസ് ഫോർ പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ. അപ്പോൾ ഈ പോവർട്ടിയും സ്റ്റാർവേഷനൊക്കെ ഇല്ലാതാക്കാനുള്ള റീസൺസ് അതുപോലെ തന്നെ അതിൻ്റെ റെമഡീസ് എന്ന ടോപ്പിക്ക് നിങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ടാബ്ലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പറയാൻ വേണ്ടി പറ്റുന്ന കുറച്ച് ഐഡിയാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് റീസൺസ് അതുപോലെ തന്നെ കുറച്ച് റെമഡീസൊക്കെ ഉണ്ട്. അത് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഒരു റീസൺ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് എഴുതാം അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ് അല്ലേ. എന്താണ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അപ്പോൾ അതിനുള്ള റെമഡി എന്ന് പറയുന്നതാണ് ഗവൺമെൻറ് സ്കീമിലേക്ക് കുടുംബശ്രീ. ഓക്കെ, ഈ കുടുംബശ്രീ ഒക്കെ അത്തരത്തിലുള്ളതാണ് കുടുംബശ്രീ. ഇനി അടുത്തത് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടാവില്ല, അപ്പം ഉണ്ടാവുന്നതാണ് ഒരു റീസൺ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഫ്ലഡ് ഇതൊക്കെ വരുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്തുള്ളത് നമ്മുടെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. ഓക്കെ, ഇനി വാറൊക്കെ വരികയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ എഴുതാം മേലെ വാറൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വാറ് അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ കോൺഫ്ലിക്റ്റൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിനെന്തുണ്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റേഷൻ കടകൾ അതുപോലെ തന്നെ മാവേലി സ്റ്റോറുകൾ അത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമുക്ക് ഉണ്ട്. ഇനി അൺഎംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ സെൽഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ അതുപോലെ സ്മോൾ സ്കെയിൽ മാനുഫാക്ചർ അതൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഇതിലെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ബി ആണ്. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഫുഡ് ഡേ. വേൾഡ് ഫുഡ് ഡേ എന്നറിയപ്പെടുന്നത് ഏത് ദിവസമാണെന്നാണ് ചോദിക്കുന്നത്. ഒക്ടോബർ 31, ഒക്ടോബർ 2, ഒക്ടോബർ 16 അതുപോലെ തന്നെ ഒക്ടോബർ 24. ഇതിലേതാണ് ഒക്ടോബർ 16 ആണല്ലേ. അപ്പോൾ ഒക്ടോബർ 16 ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഇനി റീഡ് ദ ന്യൂസ് റിപ്പോർട്ടാണ്. ഇവിടെ ആദിത്യൻ രാജേഷ് ദ യങ്ങസ്റ്റ് മലയാളി IT എൻ്റർപ്രീനർ ഇൻ ഇന്ത്യ. ആദിത്യൻ രാജേഷ് ബോൺ ഇൻ തിരുവല്ല കേരള is the youngest IT entrepreneur in India. The company of Adityan Rajesh offers a variety of services including Aptoide instead of Android, mobile games, web designing, etc. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് ഒരു ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു IT എൻ്റർപ്രീനറാണ് മലയാളി ആയിട്ടുള്ള ആദിത്യൻ രാജേഷ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കേരളത്തിൽ തിരുവല്ലയിലാണ് ജനിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു IT എൻ്റർപ്രീനറും കൂടെയാണ് അദ്ദേഹം. ആൻഡ്രോയിഡിന് പകരം ആപ്റ്റോയിഡ്, മൊബൈൽ ഗെയിമുകൾ, വെബ് ഡിസൈനിങ് തുടങ്ങി നിരവധി സേവനങ്ങൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ലഭ്യമാക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇഫ് യു ഗെറ്റ് എ ചാൻസ് ടു മീറ്റ് ആദിത്യൻ രാജേഷ് ദ യങ്ങസ്റ്റ് IT എൻ്റർപ്രീനർ വാട്ട് വുഡ് യു ആസ്ക്? പ്രിപ്പയർ ദ ക്വസ്റ്റ്യൻ എയർ. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ കാണുകയാണെന്ന് വിചാരിക്കാം. അത് നമുക്ക് എന്തൊക്കെ ചോദിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ ചോദിക്കാം? ഹൗ ഡിഡ് യു സ്റ്റാർട്ട് യുവർ കമ്പനി അറ്റ് എ യങ് ഏജ് അല്ലേ. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു യങ് ഏജിൽ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ഹൗ ഡിഡ് യു സ്റ്റാർട്ട് യുവർ കമ്പനി അറ്റ് എ യങ് ഏജ് അല്ലേ. യങ് ഏജിൽ എങ്ങനെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്? ദെൻ വാട്ട് ഡിഫിക്കൽട്ടീസ് ഡിഡ് യു ഫേസ് ഇൻ ദ ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? വാട്ട് സർവീസസ് ഡസ് യുവർ കമ്പനി പ്രൊവൈഡ്? എന്തൊക്കെ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? വാട്ട് സർവീസസ് ഡസ് യുവർ കമ്പനി പ്രൊവൈഡ്? ഓക്കെ, അതുപോലെ തന്നെ വാട്ട് ഡിഫിക്കൽട്ടീസ് ഡിഡ് യു ഫേസ് ഇൻ ദ ബിഗിനിങ്? ഓക്കെ, ഇനി ഇപ്പോഴെന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടോ, ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു 3-4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയാൽ മതി.
ഇനി ഇതിലെ ബി ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ സെൽഫ് എംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇപ്രാവശ്യത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ്, ഫുള്ള് അല്ലാത്തതാണ് ചോദിക്കുന്നത് അല്ലേ. ആണ് എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ളതല്ല, നെഗറ്റീവായിട്ടുള്ളതാണ് ചോദിക്കുന്നത്. അത് നമുക്ക് വായിച്ചു നോക്കാം. എന്താണ്, ഇൻഡിവിജ്വൽസ് മാനേജ് ദ എൻ്റർപ്രൈസ് ഓൺ ദെയർ ഓൺ. അവർ തന്നെയാണ് അവരുടെ ആ ഒരു സംഭവങ്ങൾ എല്ലാം മാനേജ് ചെയ്യുന്നത്, അത് ശരിയാണ്. ഇനി സെൽഫ് എംപ്ലോയിഡ് എൻ്റർപ്രീനേഴ്സ് ആർ ദ സോൾ ബെനിഫിഷ്യറീസ് ഓഫ് ദെയർ എംപ്ലോയ്മെൻറ്റ്. അവരുടെ എംപ്ലോയ്മെൻറ്റിൽ ഒരു സോൾ ബെനിഫിഷ്യറി കിട്ടുന്നത് ആർക്കാണ്, ആ ഒരു സെൽഫ് എംപ്ലോയിക്ക് തന്നെയാണ് അല്ലേ. ഇനി എ സെൽഫ് എംപ്ലോയർ ഹാസ് നോ ഡ്യൂട്ടീസ് ഓഫ് എൻ എംപ്ലോയി. ഒരു എംപ്ലോയി എന്ന നിലക്ക് അവർക്ക് യാതൊരു ഡ്യൂട്ടിയും ഉണ്ടാവില്ലേ, ഇഷ്ടം പോലെ ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്താണ്, തെറ്റാണ്. ദ ഓണർ ഓഫ് ദ സെൽഫ് എംപ്ലോയിഡ് എൻ്റർപ്രൈസ് ഇസ് ദ ഓണർ ഓഫ് ദാറ്റ് എൻ്റർപ്രൈസ്. അതിൻ്റെ ഓണറും അദ്ദേഹം തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ശരി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 ഹാസ് 5A 5B രണ്ട് പാർട്ടാണ്. അറ്റൻഡ് എയ്തർ 5A ഓർ 5B കംപ്ലീറ്റ്ലി. ഏതെങ്കിലും ഒന്നാണ് നിങ്ങളുടെ അടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ദ ഹിസ്റ്ററി ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിംഗ് ഈസ് ഗിവൺ ബിലോ. ക്ലോത്ത് മാനുഫാക്ചറുമായിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്ററിയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അറേഞ്ച് ദം അക്കോർഡിംഗ് ടു ദ സ്റ്റേജസ് ഓഫ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. അതിൻ്റെ ഡെവലപ്മെൻറ്റ് ബേസ് ചെയ്തിട്ട് അതിനെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിൽ ഒന്നാമത് വരുന്നത് ഏതാണ്, മെയ്ഡ് ക്ലോത്ത് ഫ്രം നാച്ചുറൽ മെറ്റീരിയൽസ് എന്നുള്ളതാണ് ഒന്നാമത് വരുന്നത്. പിന്നെ വരുന്നത് ദ ഇൻവെൻഷൻ ഓഫ് വേവിങ് ടൂൾസ് എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഏതാണ്, ദ ഇൻവെൻഷൻ ഓഫ് വേവിങ് മെഷീൻ എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഏതാണ്, വേരിയസ് ഫൈബേഴ്സ് വേർ യൂസ്ഡ് ടു മേക്ക് ലോങ് യാൺസ് എന്ന് വരുന്നതാണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇത് എഴുതി കൊടുക്കാം. ഇനി ഇതിലെ ബി ചോദ്യം, ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് റിഗാർഡിംഗ് ദ ഹിസ്റ്ററി ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിംഗ്. ക്ലോത്ത് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ളത് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിക്കുന്നത്. റയോൺ ഈസ് ദ നാച്ചുറൽ ഫൈബർ യൂസ്ഡ് ഫോർ ക്ലോത്തിങ്. എന്താണ്, അത് ശരിയാണോ? റയോൺ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫൈബർ അല്ല അല്ലേ. അപ്പോൾ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻസ് ട്രാവൽ ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ഇൻ സെർച്ച് ഓഫ് മാർക്കറ്റ് ടു സെൽ ദെയർ സർപ്ലസ് ടെക്സ്റ്റൈൽസ്. അവർക്ക് കൂടുതൽ ടെക്സ്റ്റൈൽസ് ഒക്കെ വന്നതോട് കൂടിയിട്ട് അവരെന്ത് ചെയ്ത്, ഇന്ത്യൻസ് ഒരുപാട് ലോകത്തിലെ തന്നെ ഒരുപാട് ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ട് അത് വിൽക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. ആർട്ടിഫിഷ്യൽ ഡേയ്സ് വേർ യൂസ്ഡ് ടു കളർ ക്ലോത്ത്സ്. എന്താണ് ആർട്ടിഫിഷ്യൽ ഡേയ്സ് എന്ന് പറയുന്നത്, കളർ ക്ലോത്ത്സിന് വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, അതും ശരിയാണ്. ദ ഇൻവെൻഷൻ ഓഫ് സ്പിന്നിങ് ജെന്നി ബ്രോട്ട് മേജർ ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ. ആ ഒരു സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് മാത്രമാണോ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ്റെ മേജർ ചേഞ്ച് എന്ന് പറയുന്നത്? അല്ല. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഇവിടെ 2, 3 ശരിയായിട്ടുള്ളത്. 2, 3 കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് ഓർ ക്വസ്റ്റ്യൻ ആണ്, 5B ആണ്. ഒബ്സർവ് ദ ടേബിൾ പ്രിപ്പയർഡ് ബൈ ദ സ്റ്റുഡൻസ് ഹു വിസിറ്റഡ് ദ ക്ലോത്ത് മാനുഫാക്ചറിംഗ് ഫാക്ടറി ടു നോ മോർ അബൌട്ട് ഇറ്റ്. ഇവിടെ ക്ലോത്ത് മാനുഫാക്ചറിങ് എന്താ പറയുക കമ്പനി അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടറി അവർ വിസിറ്റ് ചെയ്തിട്ട് അവർ കണ്ടെത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതൊന്ന് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം. അവർ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്, ഫൈബേഴ്സ് ഏതൊക്കെയാണ്, പോളിസ്റ്റർ, നെയ്ലോൺ, സിൽക്ക്, വൂള്, ജൂട്ട്, റയോൺ, കോട്ടൺ, മോഡൽ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? ഒന്ന് നാച്ചുറൽ ഫൈബർ ഏതൊക്കെയാണോ, ആർട്ടിഫിഷ്യൽ ഫൈബർ ഏതൊക്കെയാണോ എന്ന് എഴുതണം. നാച്ചുറൽ ഫൈബർ ഒന്നാണ് കൊടുത്തിട്ടുണ്ട് ജൂട്ട്, മറ്റൊന്നെന്ന് പറയുന്നത് ഏതാണ്, സിൽക്ക്, അതുപോലെ തന്നെ വൂള്, അതുപോലെ കോട്ടൺ. ഇനി ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സിൽ മോഡൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് പോളിസ്റ്റർ, അതുപോലെ തന്നെ നെയ്ലോൺ, റയോൺ. ഓക്കെ, ഇതൊക്കെയാണ് വരുന്നത്. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. ദ യൂസ് ഓഫ് മെഷീൻസ് ബ്രോട്ട് മേജർ ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിംഗ്. അപ്പോൾ മെഷീൻ്റെ കണ്ടുപിടുത്തമാണ് മെയിനായിട്ടുള്ള ഒരു ചേഞ്ച് ഈ ക്ലോത്ത് മാനുഫാക്ചറിങ്ങിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ദിസ്. അപ്പോൾ ഇതുമായിട്ട് കറക്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ സംഭവിച്ചപ്പോൾ അവിടെ എന്തുണ്ടായി, ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ കൂടി അല്ലേ, അത് ശരിയാണ്, പ്രൊഡക്ഷൻ കൂടി. പിന്നെ മോർ വർക്ക് ലോഡ് ആയോ, ഇല്ല, അപ്പോൾ അത് തെറ്റാണ്. ക്ലോത്ത് മാനുഫാക്ചറിങ് യൂസിങ് ഓൺലി നാച്ചുറൽ ഡൈസ് മാത്രമാണ് ഉപയോഗിച്ചത്, അല്ല, അപ്പോൾ അതും തെറ്റാണ്. പ്രൊഡക്ഷൻ ഓഫ് ക്വാളിറ്റി ക്ലോത്ത്, നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്തൊക്കെ പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ. ഒബ്സർവ് ദ കാർട്ടൂൺ ഗിവൺ ബിലോ. അവിടെ ഒരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. ഐ എം എ ഫാർമർ, ഐ ഹാവ് എ ബിൽഡിംഗ് ഫ്രം വിച്ച് ഐ ഏൺ മണി. ഇപ്പം എന്താണ്, ഞാനൊരു ഫാർമറാണ്, മാത്രമല്ല എനിക്ക് ബിൽഡിങ്ങിൽ നിന്നും വരുമാനം കിട്ടുന്നുമുണ്ട്. ഇനി
അടുത്ത ആൾ പറയുന്നത് ഐ വർക്ക് ആസ് എ സെക്യൂരിറ്റി ഓഫീസർ ഇൻ എ ബാങ്ക്. ഞാനൊരു ബാങ്കിൽ സെക്യൂരിറ്റി ഓഫീസറാണ്. ഐ ഓൾസോ ഹാവ് എൻ അഗ്രികൾച്ചർ ലാൻഡ് ഓഫ് 50 സെൻറ്റ്സ്. എനിക്ക് 50 സെൻറ്റ് അഗ്രികൾച്ചർ ലാൻഡും കൂടെ ഉണ്ട്. ഇനി ചോദ്യം നോക്കൂ, ഹാവ് യു ഒബ്സർവ് ദ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് ദീസ് ടു പീപ്പിൾ. ഇവിടെ രണ്ട് ആളുകളുടെ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ കണ്ടു അല്ലേ. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഫൈൻഡിങ് ഔട്ട് ദ ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം. അപ്പോൾ ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇവിടെ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റിന് കിട്ടുന്നത് എന്താണ്? വേജസ് ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? വേജസ് എന്നുള്ളത് എഴുതി കൊടുക്കുക, വേജസ്. ഇനി ബിൽഡിങ്ങിന് കിട്ടുന്നത് എന്താണ്? ബിൽഡിങ്ങിന് കിട്ടുന്നത് റെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇവിടെ റെൻ്റ് എന്ന് വരും, റെൻ്റ്. ഇനി സെക്യൂരിറ്റി ജോബിന് കിട്ടുന്നത് എന്താണ്? സാലറി ആണ്, മന്ത്ലി സാലറി ആണ്. അഗ്രികൾച്ചറിന് കിട്ടുന്നത് ക്രോപ്പാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ, ക്ലാസിഫൈ ദ ഫോളോയിങ് സോഴ്സ് ഓഫ് ഇൻകം ആസ് അസറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. എന്താണ് ഇതിൽ താഴെ കൊടുത്തത്? അസറ്റിൽ ഏതൊക്കെ വരും, എംപ്ലോയ്മെൻറ്റിൽ ഏതൊക്കെ വരും എന്നുള്ളത് എഴുതി കൊടുക്കണം. ബിൽഡിങ്സ്, അഗ്രികൾച്ചർ, ഡെപ്പോസിറ്റ്, ബിസിനസ്, അസറ്റ്, ടീച്ചിങ്. ഇവിടെ അസറ്റിൽ വരുന്നത് ഏതൊക്കെയാണ്? ഒന്ന് ബിൽഡിംഗ് വരും അല്ലേ. ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അസറ്റായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് എന്നുള്ളതും വരും. ഓക്കെ, ഡെപ്പോസിറ്റ്സ്. ഇനി എംപ്ലോയ്മെൻറ്റിൽ എംപ്ലോയ്മെൻറ്റ് വരും, അതുപോലെ തന്നെ ടീച്ചിങ് വരും. അടുത്ത വരുന്ന ഏതാണ്? അഗ്രികൾച്ചർ എന്നുള്ളതും വരും, അഗ്രികൾച്ചർ. ഇത്രയും വരും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, നന്നായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. എല്ലാവരും നല്ല മാർക്ക് വാങ്ങിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.